എല്ലാ ദിവസവും 5 ടൈം ഇങ്ങനെ വുളൂ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണോ? അല്ലേ? അവർ അല്ലാഹു തആല നമുക്ക് നൽകിയ റഹ്മത്താണ്, നിഅമത്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഏത് രൂപത്തിലാണ് അത് റഹ്മത്താകുന്നത്, ഏത് രൂപത്തിലാണ് അത് നിഅമത്താകുന്നത് എന്ന്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൻ്റെ ഗുണം എന്താണ്, ആ കാര്യത്തിൻ്റെ നേട്ടം എന്താണ്, ഇത് രണ്ടും അറിഞ്ഞ് ചെയ്യണമല്ലോ. ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ശരീരത്തിന് നല്ലതായിരിക്കും, ചില രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിന് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം നോക്കി, കുലു വഷ്റബു, കുലു വഷ്റബു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? തിന്നുവിൻ കുടിക്കുവിൻ എന്നാണ്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കണം, എന്നിട്ടാണ് വെള്ളം കുടിക്കണ്ടേ. ഖുർആൻ വെറുതെ ഒന്നും പറയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുക കുടിക്കുക രണ്ടും ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന പ്രോസസ്സാണോ? അല്ല, അത് ആരോഗ്യത്തെ ബാധിക്കും. നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട ദഹനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അത് നന്നായി ബാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുലു, നിങ്ങൾ ഭക്ഷിക്കണം, വഷ്റബു, നിങ്ങൾ എന്തെങ്കിലും വേണം, കുടിക്കും വേണം. അപ്പോൾ ആദ്യം തിന്ന് ആദ്യം കുടിക്കാൻ കൊടുക്കുക. വീട്ടിലൊരു അതിഥി വന്നാൽ വെറും വെള്ളം കൊടുക്കരുത്, അതിന് എന്തെങ്കിലും കടിക്കാനും കൊടുക്കണം. അങ്ങനെ കുലു വഷ്റബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാത്തിലുണ്ടല്ലോ. ആര് വീട്ടിലും നല്ല റസൂലുള്ള കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും, എന്നിട്ട് കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എന്നിട്ട് തന്നെ അവിടെ വലാ തുസ്രിഫു, അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്രാഫാക്കാൻ പാടില്ല. എന്താ ഇസ്രാഫാക്കാൻ പാടുക എന്ന് പറഞ്ഞാൽ ധാരാളം കഴിക്കാൻ പാടില്ല. ഒരു ഖദറുണ്ടല്ലോ, ആ ഖദറിൻ്റെ അപ്പുറത്തേക്ക് കഴിക്കാതെ ഖദർ അനുസരിച്ച് നിർത്തണം എന്നുള്ളതാണ്. ഏതാണ് ആ ഖദർ എന്ന് ഷാഫി ഇമാമിനോട് ചോദിച്ചപ്പോൾ ഷാഫി ഇമാം പറഞ്ഞ മറുപടി എന്താ വെച്ചിട്ടാണ്? ഷാഫി ഇമാം പറഞ്ഞ മറുപടി, നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇനിയും ഈ കഴിച്ച അത്രയും നമുക്ക് കഴിക്കാൻ തോന്നും എന്നൊരു ഘട്ടം ഉണ്ടാവുമല്ലോ, അവിടെ വെച്ച് നിർത്തണം എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിച്ചു, ഇനിയും വേണമെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ കഴിക്കാൻ തോന്നും എന്ന് തോന്നുന്ന അവിടെ വെച്ച് നിർത്തണം എന്നാണ് ഷാഫി ഇമാം പറഞ്ഞത്. അത് നമ്മുടെ ടോട്ടലി ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ വിഷയത്തിലും അത് ബാധിക്കും. ദഹനം നടക്കുന്നതിനൊക്കെ നന്നായിട്ട് അതിങ്ങനെ ബാധിക്കും. റമദാൻ മാസത്തിൽ ആലോചിച്ചുകൊണ്ട്, റമദാൻ മാസത്തിൽ നമ്മൾ ആദ്യം നോമ്പ് തുറക്കുന്ന സമയത്ത് കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ തറാവീഹ് നല്ല സുഖം ഉണ്ടാവും. തറാവീഹ് നല്ല സുഖം ഉണ്ടാവും. നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിയും ബിരിയാണിയും ഫ്രൂട്ട്സും എണ്ണക്കടിയും എല്ലാം കഴിച്ച് പണ്ടൊരു ഉസ്താദ് പ്രസംഗിച്ചില്ലേ, റെയിൽവേ ഗേറ്റ് തുറന്നതുപോലെ എല്ലാം പോകുമെന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ കഴിച്ച് തറാവീഹിനെത്തുമ്പോഴേക്കാരും പിന്നെ എന്ത് ചെയ്യുക, ഉസ്താദിന് സ്പീഡ് പോരാ, ഉസ്താദിന് സ്പീഡ് പോരാ, അല്ലെങ്കിലോ ഉസ്താദിന് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ രണ്ടും നമ്മളെടുത്ത കാരണം എന്താ കാര്യം? ഒന്ന് നമ്മുടെ വയറുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ പോകാൻ വയ്യ, അപ്പോൾ ഉസ്താദിന് സ്പീഡ് കൂടുതലായിപ്പോയി. അല്ലെങ്കിലോ നമുക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് കുറച്ച് കുറക്കായിരുന്നു, അങ്ങനെ എന്താ വരും. അവിടെ ഏറ്റവും നല്ല രൂപം കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, തറാവീഹിന് ശേഷം മുത്താഴം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രൂപത്തിൽ കഴിക്കുക, അപ്പോൾ നല്ല ഉഷാറുണ്ടാവും. അപ്പോൾ ഞാനത് പറഞ്ഞത് ഏതൊരു വിഷയത്തിനും അതിൻ്റെ ഗുണങ്ങൾ അറിയണം. അപ്പോൾ വുളൂഇൻ്റെ ഗുണങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അത് നമ്മുടെ നഫ്സിയെ, നമ്മുടെ ബദനിയെ, നമ്മുടെ ശരീരത്തെ ഫിസിക്കലായി അത് സംസ്കരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിനെ ആന്തരികമായി അത് സംസ്കരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ, എയിമായ ആഖിറത്തിൽ നമുക്കത് പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. അതാണല്ലോ ഒന്നാമത്തെ ഗുണമായി വുളൂ എന്ന പേര് വെക്കാനുള്ള 3 കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തെ കാരണം ആന്തരികമായ, അതായത് നമ്മുടെ ബാഹ്യമായ കൈകാലുകളിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. താടിയുടെ ഇത് കഴുകുമ്പോൾ താടിയുടെ വിടുന്ന നെട്ടുന്ന വെള്ളത്തിലൂടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നാണല്ലോ റിഫായ് ഷേഖിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 2 മനസ്സ് നന്നാക്കപ്പെടും. 3 ഇത് രണ്ടുകൊണ്ടും കിട്ടേണ്ടത് ആഖിറത്തേക്കാണ്. അവിടെ കൈകാലുകൾ വെളുത്തവനായിട്ട് ഹൃദയം പ്രകാശിച്ചവനായിട്ട് അവിടെ എത്താൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷ ഉമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ആയിഷ ഉമ്മ പറയുന്നുണ്ട്, അജിബ്തു, എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്തിനാണ് ആയിഷ ഉമ്മക്ക് ഇത്ര അത്ഭുതം എന്നറിയോ? ലിമ യഗ്സിലു അഅ്ളാ അൽ വുളൂഇ ഫിൽ യൗമി വൽ ലൈലത്തി 5 മർറാത്തിൻ. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും അതുപോലെ രാത്രിയൊക്കെ കൂടിയിട്ട് 5 പ്രാവശ്യം അവൻ എന്ത് ചെയ്യുന്നുണ്ട്?
അവൻ്റെ കൈകാലുകൾ, അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ അവൻ കഴുകുന്നുണ്ട്. പക്ഷേ വലാ യഗ്സിലു ഖൽബഹു മിനൽ അദ്റാൻ, ഇങ്ങനെ എല്ലാ ദിവസവും അവൻ 5 പ്രാവശ്യം വുളു എടുത്തിട്ടും അവൻ്റെ കൽബ് അവനക്ക് കഴുകാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണെന്ന് ആര് പറയുന്നു? ആയിഷ ഉമ്മ പറയുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശരീരത്തോടൊപ്പം എന്തും നന്നാവണം? കൽബും നന്നാവണം. ശരീരത്തോടൊപ്പം കൽബും നന്നാവണം. അതുകൊണ്ടാണ് വുളുവിന് ശേഷമുള്ള ദുആയിൽ നമ്മൾ ആദ്യം ദ്വാരക്കണത് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ഇത് 3 സംഭവിക്കുന്നത് കൽബിലാണ്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന, അല്ലാഹുവേ തൗബ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരിൽ, നീ സ്വീകരിക്കപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. വജഅൽനി മിനൽ മുതതഹിരീന, ഉള്ളും പുറവും ശുദ്ധിയായവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നീ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. ഇത് 3 കൽബിലോട്ടാണ്. അപ്പോൾ വുളൂ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൽബ് നന്നാക്കലാണ്. കൽബ് നന്നാക്കാതെ വുളൂ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമുണ്ട്. നിസ്കരിക്കണേ എന്തായാലും വുളൂ വേണം. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ കാര്യം ഉണ്ടാവില്ല. അതാണ് ആയിഷ പറഞ്ഞു, അജിബ്തു, അത്ഭുതമാണ് ഇത്രക്കാരെ കുറിച്ച് എനിക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് എന്നാണ് ആയിഷ പറഞ്ഞത്.